ഹായ് ഹലോ നമസ്കാരം. ഒരു ചാപ്റ്റർ, രണ്ട് ക്വസ്റ്റ്യൻ, ഷുവർ ആൻസർ ഷുവർ മാർക്ക് എന്ന മോട്ടോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ക്ലാസ്സുകളിലേക്ക് മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് +1 ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ചർച്ചയ്ക്ക് വെക്കുന്നത്. ഇത് ചർച്ചയ്ക്ക് വെക്കുന്നതിന് മുൻപായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ വിദ്യാർത്ഥിനികളോട് പറയാനുണ്ട്. അതിലൊന്ന്, +2 ഹിസ്റ്ററിയെ അപേക്ഷിച്ചിടത്തോളം +1 ഹിസ്റ്ററിയാണ് ഒന്നും കൂടെ പഠിക്കാനും മാർക്ക് സ്കോർ ചെയ്യാനും സുഖം. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ അറിയോ? +1 ഹിസ്റ്ററിയിൽ ആകെ 10 ചാപ്റ്ററേ ഉള്ളൂ. +2 ഹിസ്റ്ററിയിൽ 14 ചാപ്റ്റർ ഉണ്ട്. +2 ഹിസ്റ്ററി എന്ന് പറയുന്നത് ഏകദേശം 380ഓളം പേജുകൾ അടങ്ങുന്ന വലിയ വലിയ ചാപ്റ്ററുകളുള്ള ഒരു വലിയ ഭാഗം തന്നെ പഠിക്കാനുള്ള ഒരു ഒരു മെത്തേഡിലാണ് +2 ഹിസ്റ്ററി ഉള്ളത്. +1 ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ആകെ 10 ചാപ്റ്റർ ഉള്ളൂ. ഉള്ളത് വളരെ കുഞ്ഞു കുഞ്ഞു ചാപ്റ്ററുകളാണ്. പഠിച്ചെടുക്കാനും സുഖമാണ്. അപ്പോ മുഴുവൻ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ടത്, ഡബിൾ പാസ് മേടിക്കാനും അതുപോലെ തന്നെ A+ മേടിക്കാനും നിങ്ങൾ +1 നിന്ന് തന്നെ ശ്രദ്ധ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും ഇനി ഹയർ എഡ്യൂക്കേഷനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ മാർക്ക് മേടിക്കാനൊക്കെ പറ്റുന്ന ഒരു അവസരം +1-ലാണ്. മാത്രമല്ല നമുക്ക് സമാധാനം ഉണ്ടാവും. +1 എത്തുമ്പോഴും ഡബിൾ പാസ് ഉണ്ടല്ലോ എന്നുള്ള സമാധാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റിലാക്സ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കണം ഈ സമയത്ത് അറിയിക്കുകയാണ്. ഓക്കെ, മറ്റൊരു കാര്യം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, നമ്മൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മളൊക്കെ അങ്ങോട്ട് മറന്നു പോകും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതൊക്കെ ഓരോ നോട്ട്സിലേക്ക് മാറ്റി എഴുതണം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സിനും ചോദിക്കാനുള്ള അവസരങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ ഇനി ക്ലാസ്സിലേക്ക് വരാം. ഒന്നാം ചാപ്റ്റർ ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാം ചാപ്റ്റർ ആദിമ മനുഷ്യരെ കുറിച്ച് പറയുന്ന ചാപ്റ്റർ ആണ്. ഇതിൽ നമുക്ക് ആദിമ മനുഷ്യരെ കുറിച്ച് രണ്ട് വീക്ഷണങ്ങളാണ് ഉള്ളത്. ഒന്ന് മതപരമായ വീക്ഷണം, മറ്റൊന്ന് ശാസ്ത്രീയപരമായ വീക്ഷണം. മതപരമായ വീക്ഷണം പറയുമ്പോൾ അതില് ആദം അവ്വ രണ്ടാളുകളിൽ നിന്ന് പിന്നീട് ലോകം മുട്ടെ ജനങ്ങൾ വ്യാപിച്ചു എന്ന് പറയുന്ന ഒരു മതപരമായ വീക്ഷണമുണ്ട്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് വേണ്ടത് ശാസ്ത്രീയപരമായിട്ടുള്ള വീക്ഷണം എന്താണ് എന്നുള്ളതാണ്. ശാസ്ത്രീയപരമായ വീക്ഷണം നമ്മൾ എടുക്കുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു ആദം അല്ലെങ്കിൽ അവ്വ അവരുടെ മക്കളുടെ മക്കൾ അങ്ങനെ വന്നു എന്നുള്ളതല്ല. കുരങ്ങിൽ നിന്ന് പരിണമിച്ചാണ് മനുഷ്യനുണ്ടായത് എന്നുള്ളൊരു ഡാർവിൻ സിദ്ധാന്തം അവിടെയുണ്ട്. അത് വെച്ചാണ് ശാസ്ത്രം മുൻപോട്ട് പോയിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മളെ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് 4 കാര്യങ്ങളാണ്. മനുഷ്യൻ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ അവന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ചരിത്രകാരന്മാർ വ്യത്യസ്ത പേരുകൾ കൊടുത്തിട്ടുണ്ട്. ആ പേരുകളെ കുറിച്ച് നമ്മൾ ഒരു ഐഡിയ ഉണ്ടാക്കി പോയി കഴിഞ്ഞാൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യന് ആൻസർ ചെയ്താനായിട്ട് പറ്റും എന്നാണ് മനസ്സിലാവുന്നത്. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഈ ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ് കൂടുതലും കണ്ടിട്ടുള്ളത് ഒന്നാം ചാപ്റ്ററിൽ. ആ ക്വസ്റ്റ്യൻ വരുന്ന ഭാഗം ഇവിടെ പറയുകയാണ്. ഒന്ന്, പ്രൈമേറ്റുകൾ എന്ന് പറയുന്ന വിഭാഗം മനുഷ്യർ 36 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മനുഷ്യരെയാണ് പ്രൈമേറ്റുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുത്തിയിരുന്നത്. ഇതൊക്കെ വാനരന്മാർ, കുരങ്ങന്മാർ അല്ലെങ്കിൽ ജിംപാൻസികൾ ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ തന്നെ ആയിരുന്നു എന്ന് പറയേണ്ടതായിട്ട് വരും. നമ്മുടെ പൂർവികരെ കുറിച്ച് പറയുമ്പോൾ അത് കുരങ്ങിൽ നിന്നാണെന്ന് പറയാനും മടിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയാണ് കണ്ടെത്തലുകൾ. ഓക്കെ, 2, ഹോമിനോയിഡുകൾ എന്ന് പറയുന്ന വിഭാഗമാണ്. ഹോമിനോയിഡുകൾ എന്ന് പറയുന്നത് 26 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന മനുഷ്യരെയാണ് ഹോമിനോയിഡുകൾ എന്ന് പറഞ്ഞിരുന്നത്. ഇനി മൂന്നാമത് മറ്റൊരു വിഭാഗമുണ്ട്, ഹോമിനിഡുകൾ എന്ന് പറയുന്ന വിഭാഗം. ഹോമിനിഡുകൾ ഏകദേശം 5.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മാത്രം ഭൂമിയിൽ ജീവിച്ചിരുന്ന വിഭാഗം ജനങ്ങളാണ്. ഏകദേശം മനുഷ്യൻ രൂപത്തിലേക്കൊക്കെ അടുക്കുന്നൊരു ഭാഗമാണെന്ന് പറയേണ്ടതായിട്ട് വരും. ലാസ്റ്റ് വൺ, ഹാസ്ട്രലോപിത്താക്കസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ജനവിഭാഗവും ജീവിച്ചു പോന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവര് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഭൂമിയുടെ വ്യത്യസ്ത കോണുകളിൽ ജീവിച്ചിരുന്നവരാണ്. ഇതിനൊക്കെ ഒന്നിപ്പിച്ചാണ് പിന്നീട് ഈ പേരുകളിലേക്ക് എത്തിച്ചത്. ഈ 4 പേരുകൾ നിങ്ങൾ മറക്കാൻ പാടില്ല. ഇതിനെ കുറിച്ചുള്ള ഈ 4 പേരുകളും അതിന്റെ വിശദീകരണവും ജസ്റ്റ് പഠിച്ചിട്ട് പോകണം.
പലപ്പോഴും ഇതിന്റെ വ്യത്യാസങ്ങളാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. മറ്റൊന്നും അല്ല എന്നും കൂടെ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നോട്ട്സ് വേണമെങ്കിൽ നമുക്കതിനുള്ള വഴി ഉണ്ടാക്കാം. നോട്ട്സ് ലഭിക്കും. നിങ്ങളൊരു കാര്യം ചെയ്യാം, ഞാൻ ഇതിന്റെ കൂടെ എന്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രൂപ്പായിട്ട് മാറ്റിയിട്ടാണ് ഞാനിത് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് പ്രത്യേകം നോട്ട് ഷെയർ ചെയ്യുന്ന രീതിയിലേക്കായിട്ട് ആണ് മുൻപോട്ട് പോവുക. അപ്പൊ ആർക്കെങ്കിലും ഷോർട്ട് നോട്ടുകൾ വേണമെങ്കിൽ പറയണം. ഇതൊന്നും എന്തല്ല ഒരു പേയ്മെന്റ് ബേസിലല്ല പോകുന്നത്. ആരും ഹിസ്റ്ററിയിൽ പരാജയപ്പെടാൻ പാടില്ല എന്നുള്ള ആഗ്രഹത്തോടു കൂടി മാത്രം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് നോട്ട്സ് വേണമെങ്കിൽ നൽകാം. ഇനി എന്തെങ്കിലും അധിക വിശദീകരണം വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഇത് വലിയൊരു വീഡിയോ ആക്കി ലെങ്തിലേക്ക് പോകണ്ടല്ലോ, ആ കാമ്പായിട്ടുള്ള വിഷയങ്ങൾ മാത്രം പറഞ്ഞു പോയാൽ പോരെ. അതുകൊണ്ടാണ് ഇതിവിടെ ഇത്ര ചെറിയ വീഡിയോസ് ആക്കി അവസാനിപ്പിക്കുന്നതും. എന്താണ് ചോദിക്കുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അധികം എന്തെങ്കിലും അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് പേഴ്സണലി ആയിട്ട് ചോദിക്കാവുന്നതാണ്, റിപ്ലൈ തരാം. അതുപോലെ തന്നെ നോട്ട്സുകൾ വേണമെങ്കിൽ അതും നിങ്ങൾ ചോദിക്കണം. ഇതിന് തൊട്ട് താഴെ ഒന്ന് ലിങ്ക് കൊടുക്കുന്നുണ്ട്, വാട്സപ്പ് ലിങ്ക്. ഇനി അതല്ലെങ്കിൽ ഇത് ഞാൻ എൻ്റെ നമ്പർ മെൻഷൻ ചെയ്യുന്നുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോ നന്നായിട്ട് പഠിക്കാനും പാസ്സാവാനുള്ള ശ്രമം നിങ്ങൾ നടത്തണമെന്ന് ഈ സമയത്ത് അറിയിക്കുകയാണ്. ഡൗട്ട്സുകൾ ചോദിക്കാവുന്നതാണ്, നോട്ട് ചോദിക്കാവുന്നതാണ്. ഒരുമിച്ച് മുൻപേറാം. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും വരാം. ഒന്നാം ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാം ചാപ്റ്ററുമായി വീണ്ടും വരും. ഒരു ചാപ്റ്റർ, 2 ക്വസ്റ്റ്യൻ, ഷുവർ ആൻസർ, ഷുവർ മാർക്ക്. ഇത് ഒരിക്കലും മറക്കരുത്. അതിനാണ് ഇത് വീണ്ടും വീണ്ടും പറയുന്നത്. അതാണ് ഞാൻ മുൻപോട്ട് വെക്കുന്ന എൻ്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു ക്ലാസ്സുമായി വരാം. ഓക്കെ, താങ്ക് യു.